വാർത്തകൾ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ CPMന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്ന് മുസ്ലിം ലീഗ്. ഔദ്യോഗിക ക്ഷണം ലഭിച്ചാൽ തീരുമാനമെടുക്കുമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. എന്നാൽ CPM നിലപാട് സംശയാസ്പദമെന്നായിരുന്നു MB മുനീറിന്റെ പ്രതികരണം. സിവിൽ കോഡിനെ ഹിന്ദു മുസ്ലിം വിഷയമാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുമെന്ന് K സുധാകരനും പറഞ്ഞു. അവരുടെ വാക്കുകൾ നല്ലതാണ്. പറഞ്ഞിടത്തോളം ഏക സിവിൽ കോഡിനെ എതിർക്കും, പിന്നെ മറ്റ് ജനാധിപത്യ മതേതര കക്ഷികളുമായി സഹകരിക്കുമെന്നൊക്കെ പറഞ്ഞത് നല്ല കാര്യമാണ്. അത്രത്തോളം കാര്യങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ക്ഷണം കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ ചെയ്യും. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു MK മുനീറിന്റെ പ്രതികരണം. പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്കെതിരെ ചുമത്തിയ കേസുകൾ CPM ആദ്യം പിൻവലിക്കട്ടെയെന്ന് മുനീർ പറഞ്ഞു. CAA കേസുമായി ബന്ധപ്പെട്ടിട്ട് നിയമസഭയ്ക്കകത്താണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു കേസുമില്ല. ഞങ്ങളുടെ പ്രവർത്തകർ ഇന്നും ആ കേസുമായി ഇടത്തും വലത്തും നടത്തും. പിൻവലിച്ച ശേഷം മാർക്സിസ്റ്റ് പാർട്ടി വരട്ടെ. ഏക സിവിൽ കോഡ് വേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായമെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സിവിൽ കോഡിനെ ഹിന്ദു മുസ്ലിം വിഷയമാക്കാനാണ് CPMന്റെ ശ്രമമെന്ന് ആരോപിച്ചു. കോൺഗ്രസിന്റെ നിലപാട് ഇതൊരു മുസ്ലിം ഹിന്ദു പ്രശ്നമല്ല എന്നുള്ളതാണ്. ഒരു ഹിന്ദു മുസ്ലിം വിഷയമാക്കി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിനൊരു കാരണവശാലും ആ കെണിയിൽ ഒരാളും പെടരുത് എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിഷയത്തിൽ ഔദ്യോഗിക നിലപാട് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ KPC പ്രസിഡന്റ് K സുധാകരൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരിഹസിച്ചു. അഖിലേന്ത്യാ തലത്തിൽ AICC എടുക്കേണ്ടുന്ന തീരുമാനമാണ്. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദെയർ ഡിസിഷൻ. ഗോവിന്ദ് തന്റെ വാക്കിന് മറുപടിയില്ല. അതിനൊന്നും വാക്കിന് അർഹിക്കുന്നില്ല. തലക്കെന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുക. ലീഗും അവരും തമ്മിൽ എവിടെയെങ്കിലും ബന്ധമുണ്ടോ? ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.